ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നെൻ്റെ താമരകളെയും താമരപ്പൂക്കളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഡോർമെൻസിയെ കഴിഞ്ഞ് എല്ലാ താമരകളിലും റിപ്പോർട്ടൊക്കെ ചെയ്ത എല്ലാ താമരകളിലും ഒക്കെ മുട്ടക്കായിട്ട് നിൽക്കുവാണ്. രാവിലെ എണീക്കുമ്പോൾ ഈ പൂക്കളെല്ലാം വിരിഞ്ഞിരിക്കുന്ന കാണാൻ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അത് നിങ്ങൾക്കൂടെ പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ എല്ലാ താമരകളിലും നിറച്ചും ബഡൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം ട്യൂബറൊന്നും കിട്ടാത്ത സമയമാണിപ്പം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി ഏതാണെന്ന് നോക്കാം. അതിപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഗ്രീൻ ആപ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ. ഞാനൊരു കൊച്ചു റണ്ണർ കൊണ്ട് നട്ടാണ് പിടിപ്പിച്ചത്. ഞാനിപ്പം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 3-4 പോട്ടിലായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ചെറിയ പൂണിൽ ഇപ്പോൾ നല്ല വലിയ പൂക്കളാണ് വിരിയുന്നത്. 2 പോട്ടിലായിട്ടൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ. അടുത്തത് നിത്യകല്യാണിയാണ്. ഒരുപാട് പൂക്കൾ പിടിക്കുന്ന വെറൈറ്റിയാണ് നിത്യകല്യാണി. നല്ല ഭംഗിയുള്ള പൂവാണ്. നല്ല പച്ച സീഡ് പോഡൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയാണ് ഈ പൂവ് കാണാൻ. ഇത് വിരിഞ്ഞിട്ട് 2 ദിവസമായി, അതാണ് ഒരു കുറവ്. നല്ല പൂവാണ്, നല്ല ബഡൊക്കെയാണ്. അപ്പോൾ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ്. ഇതാണ് നിത്യകല്യാണി. അടുത്തത് ശ്യാമളയാണ്. നല്ല അടിപൊളി നല്ല ചുമന്ന പൂ വിരിയുന്ന വെറൈറ്റിയാണ് ശ്യാമള. നല്ല പൂവാണ് കാണാൻ, നല്ല ഭംഗിയുള്ള പൂവാണ്. നല്ലൊരു മഞ്ഞ കണക്കത്തെ ഒരു സീഡ് പോഡൊക്കെയാണ്. നിറച്ചും പെറ്റിലൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് ശ്യാമള. നല്ല ചുവപ്പ് കളറാണ്. നല്ല ട്രോപ്പിക്കായിട്ടുള്ള വെറൈറ്റിയാണ് ശ്യാമള. ഇപ്പം എനിക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ശരിക്കും പൂക്കൾ കിട്ടിയ വെറൈറ്റിയാണ്. അടുത്തത് EOS ആണ്. ഒരു ബൗൾ വെറൈറ്റിയാണ് EOS. ഇത് എനിക്കിതിൽ ഒരുപാട് പൂക്കൾ പിടിച്ച വെറൈറ്റിയാണ് EOS. നല്ല ഭംഗിയാണ് പൂവ് കാണാൻ. നല്ലൊരു പിങ്ക് കളർ പൂവാണ്. ഒരു ബൗൾ വെറൈറ്റിയാണ്. നല്ല അടിപൊളി പൂവാണ് കാണാൻ, നല്ല ഭംഗിയുള്ള പൂവാണ്. അടുത്തത് പക്വാൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല അടിപൊളി ഭംഗിയാണ് പൂ കാണാൻ. നല്ല ഭംഗിയുള്ള പൂവാണ്. നല്ല റോസാപ്പൂ പോലത്തെ പൂവാണ്. നിറച്ച് വെറ്റലാണ്. നല്ലൊരു സീഡ് പോഡും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പക്വാൻ. എനിക്കിവിടെ ഒരുപാട് പൂക്കൾ തന്ന വെറൈറ്റിയാണ്. നല്ല പക്കാ ട്രോപ്പിക്കലായിട്ടുള്ളൊരു വെറൈറ്റിയാണ് പക്വാൻ. ഇതാണ് പക്വാൻ. നല്ല ഭംഗിയുള്ള പൂവാണ്. അടുത്തത് സ്നോ ബൗൾ. ഒരു ബൗൾ വെറൈറ്റി തന്നെയാണ്. നമ്മൾ വലിയൊരു വലിയൊരു ടബിലാണ് നട്ടേക്കുന്നത്. ബൗൾ വെറൈറ്റിയാണ്. വലിയൊരു ടബിലാണ് നട്ടേക്കുന്നത്. നിറച്ച് ഒരുപാട് പൂക്കൾ പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരൊറ്റ മൂടിയിൽ നിന്ന് തന്നെ 3-4 ബഡൊക്കെ വന്നിട്ടുണ്ട്. നല്ല വെറൈറ്റിയാണ്. നല്ല ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ള വെറൈറ്റിയാണ് സ്നോ ബൗൾ. നല്ല വെള്ള പൂ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് നിറച്ചും ബഡായിട്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് വാനില കച്ചപ്പ് എന്ന വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെള്ളയും ഒരു പച്ചയും കളറൊക്കെ ചേർന്ന് വരുന്നൊരു പൂവാണ്. വൈറ്റ് കളർ തന്നെങ്കിലും അതിൻ്റെ മേളിലൊക്കെ ഒരു പച്ച കളർ ഒരു ഇതൂടെയൊക്കെ വരുന്നതാണ്. നല്ല വെറൈറ്റിയാണ്. പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ്. എനിക്കിവിടെ ഒരുപാട് പൂക്കളെന്ന് പറയുന്നത് വലിയ പൂക്കളാണ് പിടിക്കുന്നത്. എനിക്ക് ആദ്യം തൊട്ട് നല്ല വലിയ പൂക്കളാണ് ഇതിനകത്ത് പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് വാനില കച്ചപ്പ്. നല്ല വെറൈറ്റിയാണ്. ഇത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇതിനകത്തൊരു പച്ച കളറൊക്കെ പോലെ വരുന്നത് നല്ല വെറൈറ്റിയാണ്. ഇതാണ് വാനില കച്ചപ്പ്. അടുത്തത് മയൂരി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് മയൂരി. ഇപ്പോൾ എല്ലാവരും ചോദിച്ച് വരുന്ന വെറൈറ്റിയാണ് മയൂരി. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. നമ്മളെ ലക്ഷ്മിയൊക്കെ പോലെ തോന്നും. നിറച്ചും പെറ്റൽസ് ഒക്കെ ഉള്ള ഒരു വെറൈറ്റിയാണ് മയൂരി. നല്ല വെറൈറ്റിയാണ്. പക്ക ട്രോപ്പിക്കലാണ്. നല്ല വലിയ പൂക്കളാണ് പിടിക്കുന്നത്. അടുത്തത് പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡിനെ കുറിച്ചൊന്നും ആരുടെയും പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. എല്ലാവരെയും കാണുന്നതാണ് പിങ്ക് ക്ലൗഡ്. നല്ല ഭംഗിയുള്ള പൂവാണ്. നിറച്ചും ബഡോട് കൂടിയ പ്ലാന്റാണ്. ഡോർമെൻസിയെ കഴിഞ്ഞ് നിറച്ച് ബഡായി നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കിയും ഇനിയുണ്ട് ഒരുപാട് വെറൈറ്റികൾ പൂരിഞ്ഞിപ്പുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ അടുത്ത ഒരു പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അടുത്തത് പാർട്ട് 2 വരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.